UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നു. ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചാണ് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും UDF സർക്കാരിന്റെ ബജറ്റ് എന്ന് VD സതീശൻ പറഞ്ഞു. മയക്ക് മരുന്നിന്റെ ഉത്ഭവ വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് സമഗ്രമായ പദ്ധതി രൂപീകരിക്കും. ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യാപകമായ പ്രചരണം നടത്തും. എക്സൈസ് വകുപ്പിന് മാത്രമായി ഒരു കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി രൂപീകരിക്കും. സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. CCTV മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയുന്നതിന് CCTV ക്യാമറകളും എക്സ്റേ, ഗാമാ-റേ സ്കാനറുകളും സ്ഥാപിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാവുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ എല്ലാ എക്സൈസ് ഓഫീസുകളിലും ലഭ്യമാക്കും. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം ഇപ്പോൾ നിയമസഭയിൽ പൂർത്തിയായിരിക്കുകയാണ്. മനുഷ്യ വന്യജീവി സംഘർഷമൊപ്പം തന്നെ വനം വന്യജീവി സംരക്ഷണത്തിനടക്കം നിരവധി കാര്യങ്ങൾ ബജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് UDFന്റെ ആദ്യ ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളുമായി ജെറിൻ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്നറിയാൻ കഴിയുന്നു. ഒപ്പം തന്നെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആദ്യം ബജറ്റ് പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും UDFന്റെ ഈ ബജറ്റ് എന്ന് VD സതീശൻ സൂചിപ്പിക്കുകയുണ്ടായി. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രധാനമായിട്ടും പറയുന്ന കാര്യം തന്നെ അടുത്ത 5 വർഷത്തെ കേരളത്തിലെ ഒരു വികസനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ജൂൺ മാസം പിന്നിട്ടിരിക്കുന്നു. ഈ ബഡ്ജറ്റൊക്കെ പാസ്സായി വരുമ്പോൾ തന്നെ സമയം കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ബഡ്ജറ്റ് അല്ല, പ്രധാനമായും 2021 ഒരു മിഷൻ 2031 എന്ന ഒരു മിഷൻ എന്ന കണക്കുകൂടി തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനായിട്ട് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജുകൾ തന്നെയാണ് പല മേഖലകളിലും തന്നെ ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് മേഖലയിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് തന്നെ, ഒരു ഗുണകരമായ ബഡ്ജറ്റ് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ അടക്കമുള്ള മൂന്നാർ, അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ, അതോടൊപ്പം തന്നെ അതിന്റെ തോട്ടം മേഖലയിലൊക്കെ പ്രധാനമായിട്ടുമുള്ള ഒരു പ്രശ്നം തന്നെ ഒരു വന്യജീവി സംഘർഷമാണ്. അത് ആ ഒരു പരിഹാരത്തിന് വേണ്ടി തന്നെ വലിയൊരു തുകയാണ് ബഡ്ജറ്റിൽ, ഏകദേശം 190 കോടിയോളം രൂപയാണ് ബഡ്ജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന് പുറമെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് കടുവ, അതോടൊപ്പം തന്നെ പുലി എന്നിവയുടെ സെൻസസുകൾ എടുത്ത് അതിന് പ്രത്യേകമായിട്ട് ഇപ്പം കാട്ടിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങളെ നിലനിർത്താനായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടൊരു വിഷയമാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ 1032 കോടിയാണ്. അത് സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി 1032 കോടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പിന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ UDF സർക്കാർ വന്നു കഴിഞ്ഞ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞ് നടത്തുന്ന ഓപ്പറേഷൻ തുഫാൻ. ഈ ഓപ്പറേഷൻ തുഫാന് വേണ്ടി 10 കോടി രൂപയാണ് ഈ ബഡ്ജറ്റ് ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തുഫാൻ വലിയ ഒരു വിജയകരമായി മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ 10 കോടി രൂപ ഈ ഒരു ഓപ്പറേഷൻ തുഫാന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതും ഒരു മികച്ച കാര്യമെന്ന് തന്നെ പറയാം. പിന്നെ മറ്റൊരു ഈ പ്രധാനമായ ഒരു ആശയമാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടി മകൾക്കൊപ്പം എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. അത് കൂടുതൽ സ്ത്രീകളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് വരെ രൂപീകരിച്ചിരുന്നു. അവിടെയും അവരുടെ സഹായത്തിന് വേണ്ടി ഒരു വിവിധ പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ഓരോ കുടുംബത്തിനും വർഷം 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ UDF സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് പ്രത്യേകമായി തന്നെ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെയാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ടാക്സ് കുറയ്ക്കുന്ന ഒരു കാര്യം. അതും ഗുണകരമായൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂ വകുപ്പിന് 76 കോടിയും അനുവദിച്ചിരിക്കുന്നു. സർവേ വകുപ്പിനാകട്ടെ 17 കോടി. അങ്ങനെ എല്ലാ വകുപ്പുകളെയും പരിഗണിച്ചുകൊണ്ട് തന്നെ പല മേഖലകളിലൂടെയും ഈ ബഡ്ജറ്റ് പല മേഖലകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ജില്ലയുടെ പ്രധാനമായി നോക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയിൽ വലിയൊരു പുരോഗമനം ഉണ്ടാക്കുമെന്ന് തന്നെ ടൂറിസം മന്ത്രി കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ പ്രധാനമായ മാറ്റം കൊണ്ടുകൊണ്ട് തന്നെ ടൂറിസം വേണ്ടി ഫാം ടൂറിസം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയും ഏകദേശം 180 കോടി രൂപയാണ് ഈ മേഖലയിലും മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റ് ഇപ്പോൾ ഗുണകരമായ ഒന്ന് എന്ന് തന്നെ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം പുതിയ ജില്ലകൾ രൂപീകരിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നേരിട്ട് കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഏതായാലും ഇടുക്കി ജില്ലയിൽ ഒക്കെ ഒരു നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബഡ്ജറ്റാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന് വേണം ഇനി നമുക്ക് നിർണായകമായി കണ്ടറിയാനായിട്ടുള്ളത്.
ശരി ജെറിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇടുക്കി ജില്ലയ്ക്കും നിർണായകമായ ഒരു ബജറ്റ് തന്നെയായിരുന്നു ഇത്തവണ ഉണ്ടായത്. മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹരിക്കുവാനായി 192.20 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് വന്യജീവി സംഘർഷം അല്ലെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷം തന്നെയാണ്. ഇതിനൊരു പ്രധാനമായൊരു ശാശ്വത പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇടുക്കി മുമ്പും ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ 243.80 കോടി രൂപ ഒക്കെ അനുവദിക്കുമ്പോൾ തീർച്ചയായും ഇടുക്കി ജില്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ലഹരിക്കടത്ത് തടയുവാൻ കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനവും ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റം കൊണ്ടുവരുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പ്രധാനമായി എടുത്തു പറയേണ്ടത് മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് 100 കോടി രൂപ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇടുക്കി മെഡിക്കൽ കോളേജ് അടക്കം വലിയ പ്രതിസന്ധി നേരിടുന്ന വാർത്തകളെല്ലാം തന്നെ പ്രേക്ഷകർ മുമ്പുള്ള ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവും എന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെ ജനങ്ങൾ മുൻപോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ കായിക മേഖലയ്ക്കും ഊന്നൽ നൽകിയുള്ള ബജറ്റ് പ്രഖ്യാപനവും ഉണ്ടായിരിക്കും. തരത്തിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ആണ് ഈ ഒരു UDFന്റെ ആദ്യ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയ്ക്കും ഈ ഒരു ബജറ്റ് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്.